മലപ്പുറം ചിട്ടിപ്പറമ്പിൽ വീട്ടിലെ പ്രസവത്തിനിടെ യുവതി മരിച്ച സംഭവത്തിൽ അടിമുടി ദുരൂഹത. മരിച്ച അസ്മയുടെ മൃതദേഹം ഭാര്യ വീട്ടുകാരെ അറിയിക്കാതെ ഭർത്താവ് സിറാജുദ്ദീൻ പെരുമ്പാവൂരിലേക്ക് കൊണ്ടുവന്നതിൽ തന്നെ നാട്ടുകാർക്കും ബന്ധുക്കൾക്കും സംശയമുണ്ട്. ബാപ്പയുടെ അടുത്തുതന്നെ മറവ് ചെയ്യണമെന്ന് അസ്മയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നുവെന്ന് പറഞ്ഞാണ് സിറാജുദ്ദീൻ മൃതദേഹം പെരുമ്പാവൂരിലേക്ക് കൊണ്ടുവന്നത്. മതിയായ ചികിത്സ ലഭിക്കാത്തതിനാലാണ് യുവതി മരിച്ചത് എന്നാണ് ബന്ധുക്കളുടെ പരാതി. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടികളിലേക്ക് കടക്കും. ആലപ്പുഴ സ്വദേശിയായ ഭർത്താവ് സിറാജുദ്ദീനൊപ്പം ഈസ്റ്റ് കോഡൂരിലെ വാടക വീട്ടിലായിരുന്നു അസ്മയും കുടുംബവും താമസിച്ചിരുന്നത്. കുടുംബം 1.5 വർഷമായി ഇവിടെ താമസിക്കുന്നുണ്ട് എങ്കിലും അയൽവാസികളുമായോ നാട്ടുകാരുമായോ സൗഹൃദമില്ല. കാസർകോട്ട് മതാധ്യാപകനാണ് എന്നാണ് സിറാജുദ്ദീൻ താമസത്തിന് വന്ന സമയത്ത് പറഞ്ഞിരുന്നത്. പ്രഭാഷണത്തിനും പോകാറുണ്ട്. മടവൂർ കാഫിലി എന്ന 63,500 പേർ സബ്സ്ക്രൈബ് ചെയ്ത യൂട്യൂബ് ചാനലുമുണ്ട്. അസ്മ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാൻ മാത്രമാണ് പുറത്തിറങ്ങുന്നത് എന്ന് അയൽവാസികൾ പറയുന്നു. സിറാജുദ്ദീന്റെ പേരും വീട്ടിൽ എത്ര കുട്ടികൾ ഉണ്ട് എന്നതും ഇന്നലെ വാർത്ത വരുമ്പോഴാണ് തൊട്ടടുത്ത അയൽവാസികൾ പോലും അറിയുന്നത്. അതുകൊണ്ട് തന്നെ പ്രസവവും യുവതിയുടെ മരണവുമൊന്നും മറ്റാരും അറിഞ്ഞില്ല. ജനുവരിയിൽ ആശാവർക്കർ വീട്ടിലെത്തി ഗർഭിണിയാണോ എന്ന് അസ്മയോട് അന്വേഷിച്ചിരുന്നു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ജനലിലൂടെ അല്ല എന്നാണ് മറുപടി നൽകിയത്. എന്നാൽ കഴിഞ്ഞ ദിവസം അയൽവാസികൾ അന്വേഷിച്ചപ്പോൾ ഗർഭിണിയാണ് എന്നും 8 മാസമായി എന്നും പറഞ്ഞിരുന്നു. ശനിയാഴ്ച വൈകിട്ട് കുഞ്ഞ് ജനിച്ചതായി സിറാജുദ്ദീൻ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ടിരുന്നു. വൈകുന്നേരം വീടിന് സമീപം ഇയാളെ കണ്ടവരുണ്ട്. വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലേക്ക് കാർ വരാനുള്ള വഴിയില്ലാത്തതിനാൽ സമീപത്തെ വീട്ടിലാണ് കാർ നിർത്തിയിട്ടിരുന്നത്. 8 മണിയോടെ സിറാജുദ്ദീൻ കാർ എടുത്തിരുന്നതായി വീട്ടുകാർ പറയുന്നു. എന്നാൽ ആംബുലൻസ് വിളിച്ചതും മൃതദേഹം അതിലേക്ക് മാറ്റിയതും എപ്പോഴാണ് എന്ന് വ്യക്തമല്ല. ഇയാൾക്കൊപ്പമുണ്ടായിരുന്നവർ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ഉള്ളവരാണ്. ഭാര്യയ്ക്ക് ശ്വാസതടസ്സമാണ് എന്നാണ് ആംബുലൻസ് ഡ്രൈവറോട് പറഞ്ഞിരുന്നത്. പായിൽ പൊതിഞ്ഞാണ് അസ്മയുടെ മൃതദേഹം ഞായറാഴ്ച രാവിലെ 7ഓടെ പെരുമ്പാവൂർ അറക്കപ്പടിയിലെ വീട്ടിലെത്തിച്ചത്. നവജാത ശിശുവിന്റെ ശരീരത്തിൽ പ്രസവ സമയത്തെ രക്തം പോലും തുടച്ചു മാറ്റാത്ത നിലയിലായിരുന്നു. അസ്മ മരിച്ച കാര്യവും മൃതദേഹം എത്തിക്കുന്ന കാര്യവും സിറാജുദ്ദീൻ ഭാര്യ വീട്ടുകാരെ അറിയിച്ചിരുന്നില്ല. ആലപ്പുഴയിലുള്ള ഒരു ബന്ധുവിൽ നിന്നാണ് മരണവിവരം അറക്കപ്പടിയിലെ വീട്ടുകാർ അറിയുന്നത്. വീട്ടുകാർ മൃതദേഹം ഏറ്റുവാങ്ങാൻ സന്നദ്ധരാണ് എന്ന് ബന്ധുവിനെ ധരിപ്പിക്കുകയായിരുന്നു. ഈ ഉറപ്പിലാണ് ആംബുലൻസ് അസ്മയുടെ വീട്ടിലെത്തിച്ചത്. വീട്ടിലെത്തി കാര്യങ്ങൾ തിരക്കിയപ്പോൾ സിറാജുദ്ദീന്റെ പ്രതികരണങ്ങളിൽ ബന്ധുക്കൾക്ക് സംശയമുണ്ടായി. അവർ അസ്മയെയും കുഞ്ഞിനെയും ആശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകാത്തത് ചോദ്യം ചെയ്തു. തുടർന്ന് ഇവർ തമ്മിൽ വാക്കേറ്റവും കയ്യേറ്റവും ഉണ്ടായി. ഇരുവിഭാഗത്തെയും 5 പേർക്ക് വീതം പരിക്കേറ്റു. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് പെരുമ്പാവൂർ പോലീസ് എത്തി. മൃതദേഹം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നവജാത ശിശു ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജ് പീഡിയാട്രിക് വിഭാഗത്തിൽ നിയോനേറ്റൽ NICUവിൽ ചികിത്സയിലാണ്. അതേസമയം പ്രസവത്തെ തുടർന്ന് രക്തസ്രാവമുണ്ടായെന്നും വൈദ്യസഹായം തേടാൻ ഭർത്താവ് തയ്യാറായില്ല എന്നുമാണ് യുവതിയുടെ വീട്ടുകാരുടെ പരാതി. മരണകാരണം വ്യക്തമാക്കാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരണം. റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം. പ്രസവ ശുശ്രൂഷയിൽ പരിചയമുള്ള സ്ത്രീയുടെ സഹായം തേടിയിരുന്നതായി സിറാജുദ്ദീൻ യുവതിയുടെ ബന്ധുക്കളോട് പറയുന്നുണ്ട്. ഇക്കാര്യം പോലീസ് അന്വേഷിക്കും. സിറാജുദ്ദീനും അസ്മയും അക്യൂപങ്ചർ ചികിത്സയിൽ ബിരുദം നേടിയവരാണ്. വീട്ടിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്ന ഏതെങ്കിലും കൂട്ടായ്മകൾ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കേരളത്തിലെ സൂഫി പണ്ഡിതനായിരുന്ന CM മടവൂർ എന്ന പേരിൽ അറിയപ്പെടുന്ന CM അബൂബക്കർ മുസ്ലിയാരുടെ കഥകൾ പ്രചരിപ്പിക്കുന്നതിന് തുടങ്ങിയ യൂട്യൂബ് ചാനലാണ് മടവൂർ കാഫില. 4 വർഷം മുമ്പ് തുറന്ന യൂട്യൂബ് പേജിന്റെ പ്രധാനിയാണ് സിറാജുദ്ദീൻ ലത്തീഫി. മടവൂരിലെ പഴമക്കാർ പറയുന്ന CM മടവൂർ കഥകൾക്കൊപ്പമാണ് മരിച്ചവരെ ജീവിപ്പിച്ചുവെന്ന തരത്തിലടക്കം അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നത്. CM മടവൂരിന്റെ കഥകൾ പ്രചരിപ്പിക്കാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് സിറാജുദ്ദീന് സമുദായത്തിനുള്ളിൽ നിന്ന് തന്നെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. മതരീതികൾക്ക് എതിരെന്ന് പറഞ്ഞാണ് മുതിർന്ന പണ്ഡിതർ ചാനലിനെതിരെ രംഗത്ത് വന്നത്. അതൊക്കെ അവഗണിച്ചാണ് സിറാജുദ്ദീൻ ചാനലുമായി മുന്നോട്ടു പോയത്.